പ്രദീപ് മേച്ചേരി. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് പറ്റിയാൽ സ്വാമിയാരും പാർത്ഥസാരഥി ക്ഷേത്രം. അപ്പോൾ പഴയ കാലത്ത് ഈ തെക്കുംകൂർ രാജാക്കന്മാര് ഭരിച്ചിരുന്നൊരു സ്ഥലമാണ് തളിയിൽ കോട്ട. തളിയിൽ കോട്ടയിലാണ് ഈ തെക്കുംകൂർ രാജാക്കന്മാർ ഭരിച്ചത്. അപ്പൊ അത് ഈ തളിയിൽ കൊട്ടാരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ മീനച്ചിലാറിന്റെ തെക്കേ തീരത്ത് ഒരു കുന്നുണ്ട്. ഈ കുന്നിലാണ് ഈ തളിയിൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവര് ഭരിക്കുന്ന കാലത്ത് നീതിന്യായത്തിനുള്ള കാര്യാലയങ്ങള് അല്ലെങ്കിൽ സൈന്യങ്ങളെ ശേഖരിക്കാനുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം ഈ തെക്കേ തീരത്താണ് അവര് നിർമ്മിച്ചു തരുന്നത്. എന്നിട്ട് അവിടെയാണ് സൈന്യങ്ങളെ പാർപ്പിക്കലും അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെയും. അപ്പോൾ ഈ കൊട്ടാരത്തിലെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് താമസിക്കണം. അപ്പൊ ഈ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഈ മീനച്ചിലാറിന്റെ വടക്കേ തീരത്താണ് സ്ത്രീകൾക്കൊക്കെ താമസിക്കാനുള്ള കൊട്ടാരം വേറെ പണിതിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 2 കൊട്ടാരങ്ങളാണ് അവിടെയുള്ളത്. അപ്പൊ ഈ വടക്കേ തീരത്തുനിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഭയങ്കരമായിട്ടൊരു കാടാണ്. ഈ കാട് കഴിഞ്ഞ് കുറച്ചും കൂടി നീങ്ങിക്കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് അവിടെ ഒരു പുഴ ഒഴുകണമുണ്ട്. അപ്പൊ ഈ വടക്ക് ഭാഗത്തുള്ള കൊട്ടാരത്തിനും അതേപോലെ ഈ പുഴയുടെ ഒക്കെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കാടാണ്. അപ്പൊ ഈ കാട്ടില് അന്നത്തെ കാലത്ത് ഭൂതപ്രേത പിശാച് യക്ഷി ഇതിന്റെ ഒക്കെ അധിവാസം വളരെ കൂടുതലാണ്. അപ്പൊ പകൽ സമയത്ത് പോലും ആൾക്കാർക്ക് ആ വഴി കൂടെ പോവാൻ പേടിയുള്ള ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെ ഇപ്പൊ പല ആൾക്കാരും പോയി കഴിഞ്ഞാൽ അപ്പൊ അവിടെ യക്ഷിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളെ ഉപദ്രവിച്ചായിരുന്നു. അപ്പൊ ഈ യക്ഷി ഒരു വിളക്കുമായിട്ട് വന്ന് മനുഷ്യരുടെ ഒക്കെ ചോര ചീന്തി കുടിക്കുക, അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആൾക്കാർക്ക് എന്നാൽ ചില സമയത്ത് ആരെങ്കിലും പോയി ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടുമുണ്ട്. അപ്പൊ അത് എപ്പോഴാണ് മിക്കവാറും വളരെ അപകടമാണ്. അപ്പൊ ആൾക്കാർക്കൊക്കെ ആ വഴിക്ക് പോവാൻ വളരെ പേടിയാണ് ഈ ഇടയിലുള്ള സ്ഥലത്ത് കൂടെ. അപ്പൊ ഇങ്ങനെ ഈ കാടും അപ്പുറത്തും ഇപ്പുറത്തും നാടുമാണ്, നടുക്കിൽ കാടുമാണ്. അപ്പൊ അങ്ങനെ ഈ സ്ഥലത്തിന് എടക്കാട് എന്നുള്ളൊരു പേരങ്ങനെ ആ സ്ഥലത്തിന് വന്നു. അപ്പൊ ഇതിൽ യക്ഷിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉപദ്രവിക്കുന്നതിൽ കൂടുതലായിട്ട്. പിന്നെ പിശാചും മറുത അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് താനും. അപ്പൊ അങ്ങനെ ഇരിക്കണ കാലത്ത് ഒരു തെക്കുംകൂർ രാജാവ് ഈ യക്ഷിയെ ഒരു വലിയ മഹാശിലയിലേക്ക് ആവാഹിച്ച് അതിനെ ഒരു ദിക്കിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അപ്പൊ ഒരു വീട്ടുകാരോട് ഇപ്പൊ അതിന് വിളക്ക് വയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു. അപ്പൊ അതിൽ പിന്നെ ഈ യക്ഷിയുടെ വല്ലാണ്ടുള്ള ഉപദ്രവം കുറഞ്ഞു. എന്നാൽ ആൾക്കാർക്കൊക്കെ ഭയം ഉണ്ട് താനും. അപൂർവം ചിലപ്പോ ഈ യക്ഷി ആൾക്കാരെ ഭയപ്പെടുത്താൻ അങ്ങനെയൊക്കെ. എന്നാലും മുമ്പത്തേതിൽ നിന്ന് നല്ലൊരു ശതമാനം ഈ യക്ഷിയുടെ ഉപദ്രവമൊക്കെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഒക്കെ ഇരിക്കണ കാലത്ത് വടക്ക് ഭാഗത്ത് നിന്ന് ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കാൻ സ്ഥലമൊക്കെ അന്വേഷിച്ചൊക്കെ അങ്ങനെ വന്നപ്പോൾ ആദിത്യപുരത്ത് വന്നു. അപ്പൊ അവിടെ വന്ന് ഇപ്പൊ ഈ ഒക്കെ അന്വേഷിച്ചപ്പോൾ ആൾക്ക് കിട്ടിയ സ്ഥലം ഈ എടക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം കാടൊക്കെ വെട്ടി തെളിച്ച് അപ്പൊ അവിടെ ഒരു ഇല്ലൊക്കെ പണിതു. കുറച്ചു കാലത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ ചാത്തന്റെ ഒരു ഉപദ്രവമൊക്കെ അവിടെ വന്നു തുടങ്ങി. എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കി അതൊക്കെ ശുദ്ധമായിട്ട് അങ്ങനെയുള്ള പല ഉപദ്രവങ്ങളൊക്കെ ആയി. അപ്പൊ അങ്ങനെ ആ ബ്രാഹ്മണ കുടുംബം അവിടെ താമസിക്കുന്ന കാലത്ത് അവിടേക്ക് ഒരു സ്വാമിയാര് ഭിക്ഷയ്ക്കായിട്ട് വരികയാണ്. അപ്പൊ സ്വാമിയാര് ഭിക്ഷയ്ക്കായിട്ട് വരുമ്പോ വയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഒക്കെ അപ്പൊ ഭിക്ഷയ്ക്ക് വന്നപ്പോ അതൊക്കെ ഞങ്ങൾക്ക് തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് സ്വാമിയാരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഇവിടെ ഈ ചാത്തന്റെയും യക്ഷിയുടെ ഒക്കെ ശല്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ശുദ്ധം മാറുമെന്ന് എനിക്ക് അറിയില്ല,
എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നിട്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും ചാത്തൻ വന്ന് ഈ ഭക്ഷണമൊക്കെ ശുദ്ധം മാറ്റി. അപ്പൊ അത് ശുദ്ധം മാറ്റി പിന്നെ സ്വാമിമാർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാമി പറഞ്ഞു, അപ്പൊ ഇതെല്ലാം എടുത്ത് കളഞ്ഞോളൂ, എന്നിട്ട് ഈ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട, എന്നിട്ട് വീണ്ടും പുതിയതായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരണം എനിക്കിനിപ്പോ ഇന്ന് ഞാൻ ഇവിടെയാണ്, ഞാൻ ഒരു ദിവസം ഒരു ദിക്കിൽ ഭിക്ഷ നിശ്ചയിച്ചാൽ പിന്നെ അവിടെ അല്ലാണ്ട് വേറൊരു ദിക്കിൽ പോയിട്ട് കഴിക്കുക ഞാൻ പതിവില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ അവിടുത്തെ കുടുംബാംഗങ്ങൾ കൂടി വീണ്ടും ഭക്ഷണമൊക്കെ തയ്യാറാക്കി. അപ്പൊ ഈ ഉപദ്രവത്തിന്റെ കാര്യം അപ്പൊ ഈ കുടുംബക്കാർക്ക് മനസ്സിലായി. അപ്പൊ കുടുംബക്കാരെ സ്വാമിയോട് പറഞ്ഞപ്പോ സ്വാമി പിന്നെ ഉണ്ടാക്കിയപ്പോ അത് ശുദ്ധമൊന്നും മാറിയില്ല. അപ്പൊ ആ കുടുംബക്കാരും കുറെ കാലമായി ആ നമ്പൂതിരി കുടുംബം ശുദ്ധമായിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പൊ അവർക്കും വലിയ സന്തോഷവും സമാധാനവും ഒക്കെ. അപ്പൊ എന്നിട്ട് ഈ സ്വാമിയാരോട് ചോദിച്ചു, ഇനി ഇതിന്റെ ഉപദ്രവം ഇല്ലാണ്ടിരിക്കാൻ എന്താ ഒരു മാർഗമുള്ളേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇല്ലത്തിന്റെ പുറത്തിറങ്ങി വായുകോണില് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഒരു വടി കയ്യിൽ. അപ്പൊ അത് കുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു പാർത്ഥസാരഥിയുടെ ക്ഷേത്രം ഉണ്ടാക്കിയാൽ മതി, എന്നാൽ പിന്നെ യക്ഷിയുടെ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ വായുകോണിൽ അപ്പൊ ആ സ്ഥാനമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ആ നമ്പൂതിരി പറഞ്ഞു, അപ്പൊ അത് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം നല്ല ഭംഗിയിൽ ഒരു പാർത്ഥസാരഥിയുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം തന്നെ ഒരു അമ്പലമൊക്കെ പണിത് അങ്ങനെ പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠയൊക്കെ ആയി. അപ്പൊ അതോടുകൂടി പിന്നെ യക്ഷിയുടെ ഉപദ്രവമൊക്കെ ഇല്ലാത്ത മട്ടായി. നാട്ടിലും ഒരുവിധം സമാധാനമൊക്കെ ആയി. എന്നാലും ആ യക്ഷി അവിടെ ഉണ്ട്, ഉപദ്രവം കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ്. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി തോന്നി ഈ യക്ഷി ഇവിടുന്ന് ഇല്ലാണ്ട് ആക്കണം, അതിനെന്താ വഴി? അപ്പൊ അതിനു വേണ്ടി വടക്കേ മലബാറിൽ നിന്ന് ഒരു മാന്ത്രികനെ ആയിട്ടുള്ള ഒരാളെയൊക്കെ വരുത്തി. അത് കഴിഞ്ഞ് അപ്പൊ അയാള് വന്ന് ഒരു ഹോമം ആരംഭിച്ചു. അപ്പൊ ആള് പറഞ്ഞു, നമുക്ക് ഈ യക്ഷി അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഹോമിച്ച് ഇല്ലാണ്ടാക്കാം, അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ ആയിട്ട് ഈ മാന്ത്രികനായിട്ടുള്ള ആള് പറഞ്ഞു. എന്നിട്ട് പിന്നെ അയാള് അതിന്റെ ഹോമമൊക്കെ തുടങ്ങി. ഗംഭീരമായിട്ട് ഹോമമൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഭയങ്കരമായിട്ടൊരു ചുഴലിക്കാറ്റ് ഈ ഹോമം ചെയ്യുന്ന സ്ഥലത്ത് അങ്ങോട്ട് വന്നു. അത് മാത്രല്ല ഈ പൂജാ സാധനങ്ങളൊക്കെ മുകളിൽ പറന്ന് നടന്നൊക്കെ തുടങ്ങി. ഇതൊക്കെ കണ്ട് പേടിച്ച് ഇയാള് ഈ ഹോമകുണ്ടത്തിന്റെ ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി. പിന്നെ ഈ മാതൃകയെ പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതോടുകൂടി പിന്നെ എന്തുണ്ടായിച്ച യക്ഷി പിന്നെ ഈ പാർത്ഥസാരഥിയുടെ അടുത്ത് ഇരിപ്പായി. ആർക്കും ഒരു ഉപദ്രവവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലായി. അപ്പൊ അതാണ് അപ്പൊ ഈ പറ്റിയാൽ സ്വാമിയാര് എന്നാണ് ഈ ഭിക്ഷയ്ക്ക് വന്നിട്ടുള്ള സ്വാമിയാരുടെ പേര്. അപ്പൊ അങ്ങനെ പേര് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കിടങ്ങൂര് പറ്റിയാൽ ഇല്ലാത്തൊരു കുടുംബാംഗമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ബ്രാഹ്മണന്മാരെ അടുത്ത് മാത്രമേ ഭക്ഷണം കഴിക്കൂ, അങ്ങനെയുള്ള നിയമമൊന്നും. ഏതാളുടെ അടുത്തും ഏത് ജാതി ആയാലും ഏത് മതമായാലും അവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കും. അപ്പൊ അങ്ങനെ ജാതി മതം ഒന്നുമില്ല, അങ്ങനെ ഒരു സമ്പ്രദായമാണ് ആയിട്ടൊരാളാണ്. അപ്പൊ ആളുകളൊക്കെ ഇതിന് ഒരു സ്വാമിയാരായിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇത്തിരി കളിയാക്കി എന്തൊക്കെയായി. അപ്പൊ അദ്ദേഹം നന്നായിട്ട് ദാഹിച്ച ഒരു സമയത്ത് ആൾക്കാരൊക്കെ കാണുക ഈ മൂശന്ന് ഉരുകി വരുന്നത് എടുത്ത് ദാഹം മാറാൻ വേണ്ടി കുടിച്ചു. ഇപ്പൊ ഇതൊക്കെ ആൾക്കാർ കണ്ടതോടുകൂടി ആൾക്കാർക്ക് അങ്ങനെ അദ്ദേഹത്തിനെ നിന്ദിച്ചതൊക്കെ തെറ്റാണെന്ന് ബോധ്യം. ഇത് മാത്രമല്ല, സ്വാമിയാരോടുള്ള ഒരു ബഹുമാനം ആൾക്കാർക്ക് കൂടുതലുമായി. അതാണ് ഈ പറ്റിയാൽ സ്വാമിയാരുടെ കഥ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞപ്പോ ഈ പാർത്ഥസാരഥി ക്ഷേത്രം നാട്ടുകാർക്കൊക്കെ ഭക്തി. അപ്പൊ അവിടെ അഷ്ടമിരോഹിണിയാണ് ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ ഒരു ഉത്സവം അങ്ങനെയായിട്ട് കുറച്ചു കാലമൊക്കെ പോയി. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ നാട്ടുകാരെ ശ്രദ്ധയൊക്കെ ഇല്ലാണ്ട് അമ്പലം വീണ്ട മട്ട ഒക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ കലശമൊക്കെ നടത്തി. ഇപ്പൊ അമ്പലം
അഷ്ടമി രോഹിണിയാണ് പ്രധാനം. പിന്നെ പതിവായിട്ടുള്ള പൂജകളൊക്കെ ആയിട്ട് നടന്നും കൊണ്ട് പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നാട്ടില് ഏതെങ്കിലും ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാല് ആദ്യം ഭഗവാന് പാർത്ഥസാരഥിക്ക് നേദിക്കാൻ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാൻ കൊടുക്കുക എന്നുള്ളൊരു ചിട്ട നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അപ്പൊ നാട്ടുകാർക്കൊക്കെ അത്ര വിശ്വാസമാണ്. ഈ കുമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പാർത്ഥസാരഥി ക്ഷേത്രം. അപ്പൊ നാട്ടുകാർക്കൊക്കെ ആ അമ്പലത്തിനോട് വലിയ ഭക്തിയാണ് എന്നർത്ഥം. അത് മാത്രമല്ല, ഭഗവാന് സ്ത്രീകളൊക്കെ അധിക ആഭരണങ്ങളൊക്കെ ഇട്ട് അമ്പലത്തിലേക്ക് വരിക, അതൊന്നും ഭഗവാൻ ഇഷ്ടമല്ല. അങ്ങനെയാണ് ഈ അമ്പലത്തിന്റെ ഒരു സമ്പ്രദായം. ഇതാണ് ഈ ഒരു കഥ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കണ്ട് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതെ, ഇപ്പൊ ആദിത്യപുരത്ത് നിന്ന് താമസിക്കാൻ വന്നിട്ടുള്ള ആ കുടുംബം, അപ്പൊ അത് ഈ രണ്ട് കാടിന്റെ ഇടയിലാണല്ലോ അവർ താമസിക്കാനായിട്ട് പുറപ്പെട്ട സ്ഥലം. അപ്പൊ അത് ആദ്യം എടക്കാടായി, പിന്നെ അത് എടാട്ടായി. അപ്പൊ അങ്ങനെയാണ് എടാട്ട് ഇല്ലത്തിന്റെ ഉൽപ്പത്തി. അങ്ങനെയും കൂടി ഒരു ഭാഗം ഈ കഥയിലുണ്ട്.